നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. കേരള ചരിത്രത്തിലെ വൻ ദുരന്തം. വയനാട് ദുരന്തഭൂമിയിൽ മരണസംഖ്യ ഉയരുന്നു. സഹായങ്ങളുമായി കൈകോർത്ത് കേരളം. കുന്നംകുളം നഗരസഭ 2 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും. അവശ്യ സാധനങ്ങളുമായുള്ള വാഹനങ്ങൾ വയനാട്ടിലേക്ക് പുറപ്പെട്ടു. സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. വിവിധ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം. ഗതാഗതം സ്തംഭിച്ചു. ദുരിതാശ്വാസ ക്യാമ്പുകൾ സജീവമായി. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വ്യാഴാഴ്ചയും അവധി. തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയിൽ വെള്ളക്കെട്ട് തുടരുന്നു. മേഖലയിൽ ഗതാഗതം നിരോധിച്ചതോടെ കേച്ചേരിയിലും ചൂണ്ടലിലും വാഹനങ്ങളുടെ നീണ്ട നിര. വഴിയിൽ കുടുങ്ങിയ ഡ്രൈവർമാർക്ക് ഭക്ഷണ വിതരണം നടത്തി ചൂണ്ടൽ പഞ്ചായത്ത് അധികൃതർ. കുന്നംകുളത്ത് പെട്രോൾ പമ്പിൽ പാർക്ക് ചെയ്യുന്നതിനിടെ ബ്രേക്ക് നഷ്ടപ്പെട്ട സ്വകാര്യ ബസ് പുറകോട്ടിറങ്ങി സമീപത്തെ കൈവരിയിൽ ഇടിച്ചു നിന്നു. ഒഴിവായത് വലിയ അപകടം. പഴഞ്ഞി ജെറൂസലേമിൽ നിയന്ത്രണം വിട്ട കാർ വീട്ടുമതിലിൽ ഇടിച്ചും അപകടം. വാർത്തകൾ വിശദമായി. പെയ്തൊഴിയാത്ത ദുരിതം. വയനാട് ഉരുൾപൊട്ടൽ നടന്ന ചൂരൽമലയിൽ രക്ഷാദൌത്യം പുരോഗമിക്കുമ്പോഴും ശക്തമായ മഴ വെല്ലുവിളിയാകുന്നു. 4 സംഘങ്ങളായി തിരിഞ്ഞാണ് സൈന്യം രക്ഷാദൌത്യം നടത്തുന്നത്. സൈന്യത്തിന് പിന്തുണ നൽകി സന്നദ്ധ പ്രവർത്തകരും കൂടെയുണ്ട്. 243 പേരുടെ മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയിരിക്കുന്നത്. 200-ലധികം പേരെ കാണാനില്ലെന്നാണ് ബന്ധുക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതേസമയം സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കനത്ത മഴയും മഴക്കെടുതികളും തുടരുന്ന സാഹചര്യത്തിൽ വയനാട്, കണ്ണൂർ, കാസർഗോഡ്, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വ്യാഴാഴ്ച അവധി നൽകി. തൃശൂർ ജില്ലയിൽ ശക്തമായ മഴയും കാറ്റും തുടരുന്നതിനാലും പല സ്കൂളുകളും ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്നതിനാലുമാണ് അവധി പ്രഖ്യാപിച്ചത്. റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗതം തിരിച്ചുവിട്ട് കുന്നംകുളം പോലീസ്. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ ചൂണ്ടൽ മുതൽ കേച്ചേരി വരെയുള്ള മേഖലയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് വാഹനങ്ങൾ ചൂണ്ടൽ, കൂനമുച്ചി, മറ്റം, ആളൂർ വഴിയാണ് തിരിച്ചുവിടുന്നത്. ചൂണ്ടൽ പെട്രോൾ പമ്പ് മുതൽ പാറന്നൂർ, തൂവാനൂർ മേഖലകളിലെല്ലാം സാമാന്യം ശക്തമായ ഒഴുക്കോടെയാണ് റോഡിലേക്ക് വെള്ളം കയറിയിട്ടുള്ളത്. ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമായ സാഹചര്യത്തിലാണ് കുന്നംകുളം പോലീസ് ചൂണ്ടൽ സെന്ററിൽ നിന്ന് വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നത്. രാവിലെ മഴ മാറി നിന്നെങ്കിലും വെള്ളം ഒഴിവാകാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും മഴ ശക്തമായതോടെ റോഡിൽ നിന്നും വെള്ളം ഒഴിയാൻ സാധ്യതയില്ല. ഈ സാഹചര്യത്തിൽ തൃശൂർ കുന്നംകുളം റോഡിലെ ഗതാഗത നിയന്ത്രണം പോലീസ് തുടരും. തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയിൽ ചൂണ്ടൽ കേച്ചേരി മേഖലയിൽ ഗതാഗതം നിരോധിച്ചതോടെ കേച്ചേരിയിലും ചൂണ്ടലിലും വാഹനങ്ങളുടെ നീണ്ട നിര. കണ്ടെയ്നർ ലോറികൾ ഉൾപ്പെടെയുള്ള വലിയ ചരക്ക് വാഹനങ്ങളാണ് യാത്ര തുടരാനാകാതെ നിർത്തിയിട്ടിരിക്കുന്നത്. ഏതാനും ചില വാഹനങ്ങൾ ചൂണ്ടൽ, കൂനമുച്ചി, മറ്റം വഴിയും ചൂണ്ടൽ, വെട്ടുകാട്, ആളൂർ വഴിയും കേച്ചേരിയിലേക്ക് പ്രവേശിച്ചിരുന്നു. എന്നാൽ കിഴക്കാളൂർ മേഖലയിൽ വെള്ളം ഉയർന്നതോടെ വാഹനങ്ങൾ കടന്നുപോകാനാകാത്ത സ്ഥിതിവിശേഷമാണുള്ളത്. റോഡിൽ നിന്ന് വെള്ളം ഇറങ്ങിയതിനു ശേഷം മാത്രമേ വാഹനങ്ങൾക്ക് പോകാൻ കഴിയൂ. റോഡിൽ വെള്ളം കയറിയതോടെ വഴിയിൽ കുടുങ്ങിയ ഡ്രൈവർമാർക്ക് ഭക്ഷണ വിതരണം നടത്തി ചൂണ്ടൽ പഞ്ചായത്ത് അധികൃതർ. തൃശൂർ കുന്നംകുളം പാതയിൽ ചൂണ്ടൽ മുതൽ കേച്ചേരി വരെയുള്ള ഭാഗത്ത് വിവിധ മേഖലകളിൽ വെള്ളം ഉയർന്നതോടെ കഴിഞ്ഞ ദിവസം വൈകുന്നേരം മുതൽ ഗതാഗതം നിരോധിച്ചിരുന്നു. ഇതോടെ കണ്ടെയ്നർ ലോറികൾ ഉൾപ്പെടെ വലിയ ചരക്ക് വാഹനങ്ങൾ യാത്ര തുടരാൻ കഴിയാതെ കേച്ചേരിയിലും ചൂണ്ടൽ സെന്ററിലും നിർത്തിയിട്ടിരിക്കുകയാണ്. ഏകദേശം 100ഓളം വരുന്ന വാഹനങ്ങളാണ് നിർത്തിയിട്ടിട്ടുള്ളത്. ഈ വാഹനങ്ങളിലെ ഡ്രൈവർമാർക്കാണ് പഞ്ചായത്ത് അധികാരികൾ ഭക്ഷണം വിതരണം ചെയ്തത്. ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും തയ്യാറാക്കിയ ഭക്ഷണം പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, പഞ്ചായത്ത് അംഗങ്ങളായ നാൻസി ആന്റണി, NS ജിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിലാണ് വിതരണം നടത്തിയത്. ചോറ്, സാമ്പാർ, ഉപ്പേരി, അച്ചാർ തുടങ്ങിയ വിഭവങ്ങൾ അടങ്ങിയ ഭക്ഷണമാണ് നൽകിയത്. ശക്തമായ മഴയിൽ നണത്തറ തോട് കരകവിഞ്ഞൊഴുകി. ചാലിശ്ശേരി, കടവല്ലൂർ പഞ്ചായത്തുകളിലെ 50 ഏക്കറോളം വിരിപ്പ് കൃഷി വെള്ളത്തിൽ മുങ്ങി.
തൃശൂർ പാലക്കാട് ജില്ലാ അതിർത്തിയിലുള്ള കോതമംഗലം, കാക്കശ്ശേരി, ഒറ്റപ്ലാവ് എന്നീ പാടശേഖരങ്ങളിലെ 50ഓളം ഏക്കർ ഒന്നാം വിള നെൽകൃഷിയാണ് വെള്ളത്തിൽ മുങ്ങിയത്. നടിയിൽ കഴിഞ്ഞ ദിവസങ്ങൾ മാത്രം പിന്നിട്ട നെൽച്ചെടികളാണ് വെള്ളത്തിനടിയിലായത്. തോടിന്റെ ആഴം കൂട്ടുകയും ഭിത്തികൾ ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് കർഷകർ കാലങ്ങളായി ആവശ്യപ്പെടുന്നതാണ്. പൊന്തക്കാടുകളും കൈതച്ചെടികളും നിറഞ്ഞ നീരൊഴുക്ക് തടസ്സപ്പെടുന്നതും ഭിത്തിയുടെ ബലക്കുറവും തോട്ടുവരമ്പ് പൊട്ടി വെള്ളം പാടത്തേക്ക് ഒഴുകാൻ കാരണമായി. തോട് നവീകരണം നടത്താൻ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറായില്ലെങ്കിൽ അടുത്ത സീസണിൽ പണം വീതിച്ചെടുത്ത് തോട് നവീകരണം നടത്താനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. ഉപ്പുങ്ങൽ ചങ്ങരംകുളം റോഡിൽ ശക്തമായ വെള്ളക്കെട്ടും നീരൊഴുക്കും. വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന 10ഓളം കുടുംബങ്ങൾ ദുരിതത്തിൽ. ഉപ്പുങ്ങൽ പാലായിക്കൽക്കടവ് ഭാഗത്താണ് ശക്തമായ വെള്ളക്കെട്ടുണ്ടായിട്ടുള്ളത്. ചൊവ്വാഴ്ച രാത്രിയിലാണ് ജലനിരപ്പ് ഉയരുകയും ശക്തമായ ഒഴുക്കും അനുഭവപ്പെട്ടത്. പാലായിക്കൽക്കടവ് 500 മീറ്ററോളം ഭാഗത്ത് റോഡിൽ അരയ്ക്കൊപ്പം വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. പ്രദേശത്തെ വാടക ക്വാർട്ടേഴ്സിന്റെ മുറ്റത്തും വെള്ളം ശക്തമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. വലിയ വാഹനങ്ങൾ പോകുമ്പോൾ വെള്ളം ഓളമായി വന്ന് വീടിനുള്ളിലേക്ക് കയറുന്ന അവസ്ഥയിലാണ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പറും കൂടിയായ ഇ.കെ. നിഷാർ, വില്ലേജ് ഓഫീസർ ഷാജു ചെറുവത്തൂർ, ഹെൽത്ത് ഇൻസ്പെക്ടർ റോബിൻസൺ, JHI-മാരായ ഉണ്ണികൃഷ്ണൻ, പ്രദീപ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ മുൻകരുതൽ നടപടികളുടെ ഭാഗമായി ഗുളികകളും വിതരണം ചെയ്തു. റോഡിന് ഇരു സൈഡുകളിലെ പാടങ്ങൾ കരകവിഞ്ഞ് 100 അടി തോടിലേക്ക് ഒഴുകുന്നതാണ് ഇവിടെ വെള്ളക്കെട്ടും ഒഴുക്കുമുണ്ടാകാൻ കാരണം. ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങളോട് ബന്ധുവീടുകളിലേക്ക് മാറി താമസിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങുന്നതിനായി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്കൂളുകളും മദ്രസകളും കമ്മ്യൂണിറ്റി ഹാളുകളും സജ്ജമാക്കിയിട്ടുള്ളതായും ആവശ്യമായി വരുന്ന സാഹചര്യത്തിൽ ദുരിതം അനുഭവിക്കുന്നവരെ മാറ്റി താമസിപ്പിക്കും എന്നും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, ക്ലബ്ബ് പ്രവർത്തകർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ, പൊതുജനങ്ങൾ എന്നിവരുടെ സേവനം ആവശ്യമാണെന്നും ഇ.കെ. നിഷാർ പറഞ്ഞു. പുന്നൂർക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലയിൽ മഴക്കെടുതി കാരണം ചില പ്രദേശങ്ങളിലൊക്കെ വെള്ളക്കെട്ടിൽ അനുഭവപ്പെടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആരോഗ്യവകുപ്പും അതുപോലെ വില്ലേജും പഞ്ചായത്തും സംയുക്തമായി തന്നെ എല്ലാ വീടുകളിലും പരിശോധന നടത്തുകയും ക്യാമ്പ് തുടങ്ങുന്നതിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ മുൻകൂട്ടിയിട്ട് തന്നെ അതിനെ സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. ചില സ്ഥാപനം, അതായത് ചെറായി സ്കൂള്, കമ്മ്യൂണിറ്റി ഹാള്, തെക്കുവ, അങ്ങനെ ഓരോ മേഖലയിലായിട്ട് തന്നെ നമ്മൾ ഇതൊക്കെ സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്കും നമ്മൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ ഉടനടി അത് മാറ്റാൻ തയ്യാറാവുകയാണ്. ചില ആൾക്കാർ ക്യാമ്പിലേക്ക് വരാനോ ക്യാമ്പ് വേണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അങ്ങനത്തെ സാഹചര്യം വരികയാണെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ ക്യാമ്പിലേക്ക് മാറ്റാവുന്നതാണ്. ഇന്നിപ്പോൾ അടിയന്തരമായിട്ട് MLA മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അടിയന്തരമായിട്ട് പഞ്ചായത്ത് യോഗം ചേരുന്നുണ്ട്. പഞ്ചായത്ത് ഹെൽപ്പ് ഡെസ്ക് ഓൾറെഡി കൺട്രോളും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. CCTV ന്യൂസ്, പുന്നൂർക്കുളം. കനത്ത മഴയെ തുടർന്ന് ആളൂർ പുഴ കരകവിഞ്ഞു. കഴിഞ്ഞ 3 ദിവസമായി പെയ്യുന്ന കനത്ത പേമാരിയെ തുടർന്നാണ് ആളൂർ പുഴ കരകവിഞ്ഞൊഴുകുന്നത്. കഴിഞ്ഞ ദിവസം വാഴാനി ഡാമിൽ നിന്ന് വെള്ളം തുറന്നുവിട്ടതിനെ തുടർന്ന് ജലനിരപ്പ് ഉയർന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയാണ് പുഴ കരകവിയുന്നതിലേക്ക് നയിച്ചത്. പഴയ പാലത്തിന്റെ അടിഭാഗം തൊട്ടാണ് പുഴ ഒഴുകുന്നത്. പുഴ കരകവിഞ്ഞതോടെ സമീപത്തെ കൃഷിയിടങ്ങളിലേക്കും വെള്ളം കയറി. മഴ തുടർന്നാൽ പഴയ പാലത്തിന് മുകളിലൂടെ വെള്ളം മറിയുന്ന സാഹചര്യവുമുണ്ട്. 2018 പ്രളയത്തിന് സമാനമായ രീതിയിലാണ് പുഴ കരകവിഞ്ഞിരിക്കുന്നത്. പുഴയോട് ചേർന്നുള്ള കൃഷിയിടങ്ങൾക്ക് പുറമെ ആളൂർ പാടശേഖരവും പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി. പുഴയോട് ചേർന്നുള്ള ഓട്ട് കമ്പനിയിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതിയാണുള്ളത്. ചാവക്കാട് മേഖലയിൽ വെള്ളക്കെട്ട് തുടരുന്നു. ഏനാമാവ് റോഡിലെ വെള്ളക്കെട്ടിന് രാവിലെ ശമനം ഉണ്ടായെങ്കിലും ഉച്ചയ്ക്ക് ശേഷം മഴ ശക്തമായതോടെ വീണ്ടും വെള്ളക്കെട്ട് രൂക്ഷമായി. കനോലി കനാൽ കരകവിഞ്ഞതിനെ തുടർന്ന് വഞ്ചിക്കടവിലെ 5 കുടുംബങ്ങളെ ചൊവ്വാഴ്ച രാത്രി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു. കനോലി കനാലിൽ വെള്ളം കൂടുന്നുണ്ട്. മേഖലയിൽ പാടങ്ങൾ, തോടുകളെല്ലാം കരകവിഞ്ഞു. ഇതുമൂലം ഗ്രാമീണ റോഡുകൾ വെള്ളത്തിനടിയിലായി. പുന്ന, തെക്കഞ്ചേരി, തിരുവത്ര, എടക്കഴിയൂർ, വട്ടേക്കാട്, കറുകമാട്, തെക്കൻ പാലയൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. എന്നാൽ കടൽ ശാന്തമായി തുടരുകയാണ്. മഴക്കെടുതിയെ തുടർന്ന് ചൂണ്ടൽ പഞ്ചായത്തിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സജീവം. കേച്ചേരി ഗവൺമെന്റ് LP സ്കൂൾ, ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂൾ, പാറന്നൂർ സെന്റ് തോമസ് UP സ്കൂൾ എന്നിവിടങ്ങളിലായാണ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. പഞ്ചായത്തിലെ ആയമുക്ക്, മണലി, ചിറനെല്ലൂർ, ചിറപ്പറമ്പ് എന്നിവിടങ്ങളിൽ നിന്നുള്ള കുടുംബങ്ങളെയാണ് ക്യാമ്പിൽ താമസിപ്പിച്ചിരിക്കുന്നത്. മേഖലയിൽ വെള്ളം കയറിയ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം മുതൽ ക്യാമ്പുകൾ പ്രവർത്തനം ആരംഭിച്ചത്. കേച്ചേരി LP സ്കൂളിലെ ക്യാമ്പിൽ 52 പേരാണുള്ളത്. മണലി, ആയമുക്ക്, ചിറനെല്ലൂർ തുടങ്ങിയ മേഖലയിൽ നിന്നുള്ളവരാണ് ക്യാമ്പിലുള്ളത്. കഴിഞ്ഞ ദിവസം വെള്ളം കയറിയ ചിറപ്പറമ്പിലും തൽസ്ഥിതി തുടരുകയാണ്. ചിറപ്പറമ്പിൽ നിന്നുള്ള കുടുംബങ്ങളാണ് ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിലെ ക്യാമ്പിൽ കഴിയുന്നത്. 24 പേരാണ് ചൂണ്ടൽ സ്കൂളിലെ ക്യാമ്പിൽ കഴിയുന്നത്.
പാറന്നൂർ സെന്റ് തോമസ് UP സ്കൂളിൽ സജ്ജമാക്കിയ ക്യാമ്പിൽ പാറന്നൂർ മേഖലയിൽ നിന്നുള്ള 52 പേരാണ് കഴിയുന്നത്. ക്യാമ്പിൽ കഴിയുന്നവർക്ക് ഭക്ഷണം ഒരുക്കുന്നത് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ പ്രവർത്തകരാണ്. കൂടാതെ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ആരോഗ്യപ്രവർത്തകർ ആവശ്യമായ ചികിത്സകളും മരുന്നുകളും നൽകുന്നുമുണ്ട്. പഞ്ചായത്തിന്റെ പല മേഖലകളിലും വെള്ളം കയറി ഒറ്റപ്പെട്ട നിലയിലാണ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ ക്യാമ്പിൽ കഴിയുന്നവർക്ക് വീടുകളിലേക്ക് എന്ന് മടങ്ങാനാകുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. CCTV ന്യൂസ് കേച്ചേരി. സംസ്ഥാന പാതയിലെ തൃശൂർ മലപ്പുറം ജില്ലാ അതിർത്തിയായ കടവല്ലൂർ പാടത്ത് റോഡിൽ വെള്ളം കയറി. ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ബാരിക്കേഡുകളും സൂചനാ ബോർഡുകളും സ്ഥാപിച്ചു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഗതാഗതം നിയന്ത്രിച്ചു. എരുമപ്പെട്ടി വേലൂർ പഞ്ചായത്തുകളിലെ പ്രളയബാധിത പ്രദേശങ്ങളിൽ വെള്ളം ഇറങ്ങിത്തുടങ്ങി. അതേസമയം വീടുകളിൽ നിന്ന് വെള്ളം ഒഴിയാത്തതിനാൽ മാറ്റിപ്പാർപ്പിച്ച 100 കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും കഴിയുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി എരുമപ്പെട്ടി വേലൂർ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ അതിരൂക്ഷമായ വെള്ളപ്പൊക്കമാണ് അനുഭവപ്പെട്ടത്. അപകടകരമായ രീതിയിൽ വീടുകളിൽ വെള്ളം കയറുകയും മണ്ണിടിച്ചിൽ ഭീഷണി അനുഭവപ്പെടുകയും ചെയ്ത 100 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും ബന്ധുവീടുകളിലേക്കും മാറ്റിപ്പാർപ്പിച്ചു. എരുമപ്പെട്ടി, നെല്ലുവായ്, മങ്ങാട്, കോട്ടപ്പുറം, മുട്ടിക്കൽ, കുണ്ടന്നൂർ, കാഞ്ഞിരക്കോട്, വേലൂർ, തയ്യൂർ, പഴവൂർ, പാത്രമംഗലം, പുലിയന്നൂർ, മുട്ടിക്കൽച്ചിറ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വെള്ളപ്പൊക്കം അനുഭവപ്പെട്ടത്. നെല്ലുവായ്, കുണ്ടന്നൂർ പ്രദേശങ്ങളിൽ റോഡിൽ ആളുയരത്തിൽ വെള്ളം കയറി കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. വെള്ളം കുറഞ്ഞതിനെ തുടർന്ന് ഈ റൂട്ടിൽ ഗതാഗതം ഭാഗികമായി നടക്കുന്നുണ്ട്. വേലൂർ പാത്രമംഗലം റോഡിലും വെള്ളം കുറഞ്ഞതിനാൽ ഗതാഗതം ആരംഭിച്ചു. തയ്യൂർ ആലുക്കൽച്ചിറ പാലത്തിന് മുകളിലൂടെ വെള്ളം ഒഴുകുന്നതിനാൽ എരുമപ്പെട്ടി വേലൂർ റോഡിലെ ഗതാഗതം ഇപ്പോഴും തടസ്സപ്പെട്ടിരിക്കുകയാണ്. വേലൂർ പഞ്ചായത്തിലെ ദുരിതാശ്വാസ ക്യാമ്പ് തയ്യൂർ സ്കൂളിലും പഴവൂർ അയ്യപ്പക്ഷേത്ര ഓഡിറ്റോറിയത്തിലും ജുമാ മസ്ജിദ് മദ്രസയിലുമാണ് സജ്ജമാക്കിയിട്ടുള്ളത്. പ്രസിഡന്റ് TR ശോഭിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും വിവിധ ക്യാമ്പുകളിൽ സഹായികളായിട്ടുണ്ട്. എരുമപ്പെട്ടി പഞ്ചായത്തിലെ പ്രളയബാധിതരെ ബന്ധുക്കളുടെ വീടുകളിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S വസന്തലാലിന്റെ നേതൃത്വത്തിൽ വാർഡ് മെമ്പർമാരുടെ യോഗം ചേർന്ന സ്ഥിതിഗതികൾ വിലയിരുത്തി. CCTV ന്യൂസ് എരുമപ്പെട്ടി. എളവള്ളി പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ വെള്ളം കയറി. എളവള്ളിയിലും വാഗയിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനം ആരംഭിച്ചു. കഴിഞ്ഞ 3 ദിവസമായി നിർത്താതെ പെയ്യുന്ന പേമാരിയിൽ പഞ്ചായത്തിലെ വാഗ, കാക്കത്തിരുത്ത്, വെറുന്തല, പണ്ടാറക്കാട്, കോക്കൂർ, കണിയാൻതുരുത്ത്, കണ്ടപ്പൻചീർപ്പ് തുടങ്ങിയ മേഖലകളിലാണ് വെള്ളം കയറിയിട്ടുള്ളത്. വാഗ മാലതി UP സ്കൂളിലും എളവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലുമായി പ്രവർത്തിക്കുന്ന ക്യാമ്പിൽ 216 പേരാണുള്ളത്. വെറുന്തല മേഖലയിൽ വീടുകളിലേക്ക് വെള്ളം കയറിയതിനെ തുടർന്ന് പ്രദേശവാസികളായ 17 പേരെയാണ് വാഗ മാലതി സ്കൂളിലെ ക്യാമ്പിൽ താമസിപ്പിച്ചിരിക്കുന്നത്. കോക്കൂർ, പണ്ടാറക്കാട്, കണിയാൻതുരുത്ത്, കണ്ടപ്പൻചീർപ്പ് തുടങ്ങിയ മേഖലയിലാണ് രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവിക്കുന്നത്. ഇവിടെ നിന്നുള്ള 199 പേരാണ് എളവള്ളി സ്കൂളിലെ ക്യാമ്പിൽ കഴിയുന്നത്. കാക്കത്തുരുത്ത് മേഖലയിലെ കുടുംബങ്ങൾക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പലവ്യഞ്ജന സാധനങ്ങൾ എത്തിച്ചു നൽകി. റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഒറ്റപ്പെട്ട കാക്കത്തുരുത്ത് നിവാസികൾക്കായി തോണിയും എത്തിച്ചു നൽകിയിട്ടുണ്ട്. വൈദ്യുതി പോസ്റ്റ് പൊട്ടിവീണതിനെ തുടർന്ന് മേഖലയിൽ വൈദ്യുതി ബന്ധം തകരാറിലാണ്. പോസ്റ്റ് മാറ്റി വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം തുടരുകയാണ്. കോക്കൂർ അന്നകര റോഡ്, കർഷക റോഡ്, മമ്മായി റോഡ് തുടങ്ങിയവിടങ്ങളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് റോഡ് ഗതാഗതം സാധ്യമല്ലാത്ത സ്ഥിതിയാണുള്ളത്. ക്യാമ്പുകളിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരുടെ നേതൃത്വത്തിൽ വൈദ്യപരിശോധനാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വെള്ളം കയറിയ മേഖലകളിൽ നിന്ന് തോണിയിലും വട്ടച്ചെമ്പുകളിലുമായാണ് ആളുകളെ മാറ്റിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്, വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ്, സ്ഥിരം സമിതി അധ്യക്ഷരായ KD വിഷ്ണു, TC മോഹനൻ, NB ജയ, പഞ്ചായത്ത് സെക്രട്ടറി തോമസ് രാജൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് മഴക്കെടുതിയുടെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. CCTV ന്യൂസ് കേച്ചേരി. ആൽത്തറ കുണ്ടനിയിൽ രൂക്ഷമായ വെള്ളക്കെട്ട് 2 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഇനിയും മഴ തുടർന്നാൽ 20ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും. ഈ ഭാഗങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ മഴക്കെടുതിയും വെള്ളക്കെട്ടും രൂക്ഷം. പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളം കയറി. ആളൂർ സെന്റ് ജോസഫ് സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തനം ആരംഭിച്ചു. ആളൂർ, തിരുത്തി, ആട്ടയൂർ തുടങ്ങിയ ഭാഗങ്ങളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നത്. ആളൂർ, തിരുത്തിയിൽ വീടുകളിലേക്ക് വെള്ളം കയറിയതിനെ തുടർന്ന് കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. മറ്റം, കണ്ടിയൂർ മേഖലയിൽ സുരക്ഷിതമല്ലാത്ത വീട്ടിൽ കഴിഞ്ഞിരുന്നവരെയും ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. 12 പേരാണ് ക്യാമ്പിൽ കഴിയുന്നത്. ആരോഗ്യപ്രവർത്തകരും റവന്യൂ ജീവനക്കാരും ക്യാമ്പിൽ പൂർണ്ണസമയവും ഉണ്ട്. പഞ്ചായത്ത് അതിർത്തിയായ കിഴക്കാളൂരിൽ റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ട അവസ്ഥയിലാണ്. തൃശൂർ കുന്നംകുളം റോഡിൽ വെള്ളം ഉയർന്നതിനെ തുടർന്ന് ഈ വഴിയാണ് വാഹനങ്ങൾ തിരിച്ചുവിട്ടിരുന്നതെങ്കിലും
നല്ല രീതിയിൽ വെള്ളമുയർന്നതോടെ ഇതുവഴിയുള്ള ഗതാഗതവും നിരോധിച്ചു. ഈ മേഖലയിലെ വീടുകളിലേക്കും മറിയം ത്രേസ്യ ഇടവക പള്ളിയിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. ആളൂർ കള്ളുഷാപ്പ് റോഡ് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയിലാണ്. ഇവിടെയുള്ള വർക്ക്ഷോപ്പിലേക്ക് റിപ്പയറിങ്ങിന് കൊണ്ടുവന്ന വാഹനങ്ങളിലും വെള്ളം കയറിയ നിലയിലാണ്. പഞ്ചായത്തിലെ 5-ാം വാർഡിൽ അരിയന്നൂർ സ്വദേശി തൊയ്ക്കാവിൽ അരവിന്ദാക്ഷന്റെ വീട്ടിലെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. ചൊവ്വന്നൂർ കരിയന്നൂരിൽ താമസിക്കുന്ന വീട് സുരക്ഷിതമല്ലാത്തതിനാൽ തോട്ടുപുറത്ത് ചന്ദ്രനെയും കുടുംബത്തെയും പഞ്ചായത്തിന്റെ പകൽ വീട്ടിലേക്ക് മാറ്റി താമസിപ്പിച്ചു. പഞ്ചായത്തിലെ ചിറക്കാവ് ക്ഷേത്ര പരിസരത്തെ വീടുകളിലും അമ്പലത്തിലും വെള്ളം കയറിയ നിലയിലാണ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ വെള്ളം ഒഴുകിപ്പോകാനാകാത്ത സ്ഥിതിയാണ് ഉള്ളത്. CCTV ന്യൂസ് കേച്ചേരി. കാട്ടകമ്പാൽ പഞ്ചായത്തിൽ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായതോടെ പഴഞ്ഞി ഗവൺമെന്റ് സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങി. അയ്നൂർ കുരുത്തിക്കുളത്തിന് സമീപം താമസിക്കുന്ന പുത്തൻ കുമരിക്കൽ ലിംസ്റ്റൺ, പുലിക്കോട്ടിൽ ജോർജ് എന്നിവരുടെ കുടുംബങ്ങളാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ താമസിക്കുന്നത്. AC മൊയ്തീൻ MLA ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ചു. പോട്ടക്കുളത്തിന് സമീപത്തെ 3 വീട്ടുകാർ ബന്ധുവീട്ടിലേക്ക് താമസം മാറ്റി. പെരുന്തുരുത്തി വലിയടം പാലത്തിൽ വെള്ളം കയറിയതോടെ പെരുന്തുരുത്തി ദേശം ഒറ്റപ്പെട്ട നിലയിലാണ്. വെള്ളം കയറിയ റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നുണ്ടെങ്കിലും മഴ ശക്തമായാൽ ഗതാഗതം പൂർണ്ണമായും നിലയ്ക്കുന്ന അവസ്ഥയിലാണ്. തൃശൂർ, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന സ്രായിക്കടവ് പാലത്തിൽ വെള്ളത്തിന്റെ ഒഴുക്ക് ശക്തമായി. മീൻ പിടിക്കാനും കാഴ്ച കാണാനും ഒട്ടേറെ പേരെത്തുന്നത് ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. കനത്ത മഴയിൽ ചിറയൻകാട് വെളിയത്ത് റോഡിൽ ചെറായി അരവിന്ദക്ഷന്റെ വീടിന്റെ ഭിത്തി തകർന്നു വീണു. വെസ്റ്റ് മങ്ങാട് പൊന്നത്ത് പാലത്തിന് സമീപം വീടുകളിൽ വെള്ളം കയറി. വെട്ടിക്കടവ് പാലം റോഡിലും വെള്ളം കയറിയിട്ടുണ്ട്. കോൾപ്പാടങ്ങളിലേക്ക് വെള്ളം ഒഴുകിപ്പോകാറുള്ള തോടുകൾ തടസ്സപ്പെട്ടതാണ് കാട്ടകാമ്പാൽ മേഖലയിലെ വെള്ളക്കെട്ടിന് പ്രധാന കാരണമെന്ന് AC മൊയ്തീൻ MLA പറഞ്ഞു. പഴഞ്ഞി ഗവൺമെന്റ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ച ശേഷം CCTVയോട് പ്രതികരിക്കുകയായിരുന്നു MLA. കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ 5 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ക്യാമ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. വയനാട്ടിലെ മണ്ണിടിച്ചിലിന് സമാനമായ പ്രദേശങ്ങൾ മേഖലയിൽ ഉണ്ടോയെന്ന് ഉദ്യോഗസ്ഥർ പരിശോധിക്കും. അപകടകരമായ മരങ്ങളുടെ ചില്ലകൾ മുറിച്ചുമാറ്റാൻ നടപടിയെടുക്കും. നിയോജക മണ്ഡലത്തിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്ന് ആവശ്യമായ നടപടികൾ എടുക്കുമെന്നും MLA പറഞ്ഞു. കാട്ടകാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം NK ഹരിദാസ്, പഞ്ചായത്ത് അംഗം KT ഷാജൻ എന്നിവരും MLAക്കൊപ്പം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2 ദിവസം ഉണ്ടായ അതിതീവ്രമായ മഴ നമ്മുടെ മേഖലയിലാകെ വെള്ളക്കെട്ടിനും അതുപോലെ തന്നെ ചില വീടുകളുടെ തകർച്ചയ്ക്കും ഗതാഗത തടസ്സവും വൈദ്യുതി തടസ്സവും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ മഴ ഇന്ന് കുറഞ്ഞപ്പോൾ അതിനൊരു ശാന്തത ഉണ്ടാവുകയാണ്. കുന്നംകുളം മണ്ഡലത്തിൽ 5 ക്യാമ്പുകളാണ് ഇങ്ങനെ വെള്ളം കയറിയ സ്ഥലത്തെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ ചെയ്തിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിദ്യാർഹമായ രീതിയിൽ ആ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. വടക്കാഞ്ചേരി പുഴ കരകവിഞ്ഞൊഴുകുന്നതിൻ്റെ പ്രശ്നമുണ്ട്. ഇവിടെ കോൾനിലങ്ങളുടെ പ്രദേശത്തെ വെള്ളക്കെട്ട് ഒഴിവാകേണ്ടതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. കടവല്ലൂരായാലും കാട്ടകമ്പാലായാലും വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള ചില മാർഗ്ഗങ്ങളൊക്കെ, സ്വാഭാവിക മാർഗ്ഗങ്ങളൊക്കെ അടഞ്ഞുപോയി എന്നുള്ളതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഈ വെള്ളപ്പൊക്കത്തിന് കാരണമായിട്ടുണ്ട്. ചാലിശ്ശേരി പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ വീടുകളിൽ വെള്ളം കയറി. ഇവരെ പഞ്ചായത്ത് അംബേദ്കർ ഹാളിൽ തുടങ്ങിയ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് സാഹിറ ഖാദർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ പുളിയഞ്ഞാലിൽ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിഷ അജിത് കുമാർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ആനി വിനു, പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ക്യാമ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പഞ്ചായത്തിലെ 9-ാം വാർഡിലെ തിരുത്തുമ്മൽ പ്രദേശത്തെ 4 കുടുംബങ്ങളിലെ 5 കുട്ടികൾ ഉൾപ്പെടെ 17 പേരെയാണ് ഇപ്പോൾ വീടുകളിൽ നിന്നും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുള്ളത്. ശക്തമായ മഴയിൽ കുന്നംകുളം തെക്കേപ്പുറത്ത് വീട് ഭാഗികമായി തകർന്നു. തെക്കേപ്പുറം സ്വദേശിനി അമ്മാട്ട് വീട്ടിൽ സുജാതയുടെ വീടാണ് തകർന്നത്. വീടിന്റെ മുൻവശത്തെ ഭാഗമാണ് തകർന്നു വീണത്. മണ്ണും കല്ലും ഉപയോഗിച്ച് നിർമ്മിച്ച വീട്ടിൽ സുജാതയും വിദ്യാർത്ഥികളായ മക്കളുമാണ് താമസം. 4 വർഷം മുമ്പ് ഭർത്താവ് ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് മരിച്ചിരുന്നു. ഇതോടെ കുന്നംകുളത്തെ ബുക്ക് ബൈൻഡിംഗ് സ്ഥാപനത്തിൽ ജോലി ചെയ്ത് ലഭിക്കുന്ന തുച്ഛമായ വരുമാനമാണ് ഈ കുടുംബത്തിന്റെ ഏക ആശ്രയം. വീട് തകർന്നതോടെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് കുടുംബം. നാട്ടുകാരുടെ നിർദ്ദേശത്തെ തുടർന്ന് താൽക്കാലികമായി ബന്ധുവീട്ടിലേക്ക് താമസം മാറ്റി. ഏറെ പ്രതിസന്ധിയിൽ ജീവിക്കുന്നവർക്ക് ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് സഹായം നൽകണമെന്നാണ് ആവശ്യം. മോള് പഠിക്കണം, മോനിപ്പോൾ സ്ഥിരമായിട്ടൊന്നൊരു ജോലിയായിട്ടുള്ളൂ. പിന്നിപ്പം വീട് ശരിയാക്കാനായിട്ട് മണ്ണ് വീടാണ് പണ്ടൊക്കെ. ശരിയാക്കാൻ സാമ്പത്തികമില്ല. കുറച്ച് നാളായിട്ട് നിങ്ങൾ പേടിച്ചിട്ട് തന്നെയാണ് വീട്ടിൽ കഴിഞ്ഞിരുന്നത്. എപ്പോഴാണ് വീഴാന്ന് അറിയില്ല, അങ്ങനത്തെ ഒരവസ്ഥയുള്ളൂ. അപ്പോൾ
അപ്പോൾ അതേ ഇന്നലെ രാത്രിയൊക്കെ മഴയ്ക്കാണത് ഇപ്പോൾ ഓരോ ഭാഗം വീണുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയില്ല എന്താണെന്നുള്ളത്. ചെമ്മണ്ണൂർ മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ചെമ്മണ്ണൂർ വളണ്ടിയേഴ്സ് വിംഗ് പ്രവർത്തകർ വെള്ളം കയറിയ വീടുകളിലെ കുടുംബങ്ങളെ ചെമ്മണ്ണൂർ വടക്കേ റോഡിലുള്ള ക്യാമ്പിലേക്ക് മാറ്റി. കിടപ്പ് രോഗിയെ സ്ട്രക്ചറിൽ കിടത്തി ആംബുലൻസിലാണ് ക്യാമ്പിലെത്തിച്ചത്. ചെമ്മണ്ണൂർ ആയുർവേദ ഡിസ്പെൻസറിക്ക് സമീപമുള്ള വീടുകളിലാണ് വെള്ളം കയറിയിട്ടുള്ളത്. അടുത്ത ദിവസങ്ങളിൽ ഉരുൾപൊട്ടിയ വയനാട്ടിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രവർത്തകർ. വേലൂർ ഗ്രാമപഞ്ചായത്തിലെ 3, 5 വാർഡുകളിൽ വെള്ളം കയറി. 48 വീടുകളിൽ നിന്നായി 120ഓളം പേരെ തയ്യൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. പഴവൂർ 4-ാം വാർഡിലെ 20 കുടുംബങ്ങളിൽ നിന്നായി 83 പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എരുമപ്പെട്ടി വേലൂർ പഞ്ചായത്തുകളിലെ പ്രളയബാധിത പ്രദേശങ്ങൾ AC മൊയ്തീൻ MLA സന്ദർശിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തുകളിൽ വെള്ളം കയറിയ കാഞ്ഞിരക്കോട്, കുണ്ടന്നൂർ, മുട്ടിക്കൽ, നെല്ലുവായ്, കോട്ടപ്പുറം പ്രദേശങ്ങളും കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ വെള്ളം മൂടിയ നെല്ലുവായ് റോഡും MLA സന്ദർശിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S. വസന്തലാൽ, എരുമപ്പെട്ടി പോലീസ് ഇൻസ്പെക്ടർ CV ലൈജുമോൻ എന്നിവരും MLAയോടൊപ്പം ഉണ്ടായിരുന്നു. കനത്ത മഴയിൽ ജില്ലയിൽ വ്യാപക നാശനഷ്ടമുണ്ടായിട്ടുണ്ടെന്നും എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നും MLA പറഞ്ഞു. കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ 5 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഭക്ഷണം, വൈദ്യസഹായം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും കൂടുതൽ സഹായങ്ങൾക്കായും തുടർ പ്രവർത്തനങ്ങൾക്കായും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും MLA അറിയിച്ചു. കുന്നംകുളത്ത് 5 ക്യാമ്പുകളാണുള്ളത്. വേലൂര് 2 സ്ഥലങ്ങളിലായിട്ടുണ്ട്. ഇവിടെയൊക്കെ ആവശ്യമായ ക്രമീകരണങ്ങൾ, സൗകര്യം, വൈദ്യപരിശോധന, ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെയുള്ള ക്രമീകരണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഭാവിയിൽ ഈ വെള്ളപ്പൊക്കം ഉണ്ടായ സ്ഥലത്ത് ഇനി ഉണ്ടാവാൻ ഇടയുള്ളത് പകർച്ചവ്യാധികളുടെ കാര്യമാണ്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. നാട്ടുകാരുടെ നല്ല ഇടപെടൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നല്ല ഇടപെടൽ രക്ഷാപ്രവർത്തനത്തിനും ആളുകളെ സഹായിക്കാനും ഉണ്ടായിട്ടുണ്ട്. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ആ കാര്യത്തിൽ മുൻകൈ എടുത്തിട്ട് നാട്ടുകാരുടെ നല്ല സഹകരണം ഉണ്ടായിട്ടുണ്ട്. വേലൂർ പഞ്ചായത്തിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലും AC മൊയ്തീൻ സന്ദർശിച്ചു. തയ്യൂർ സ്കൂളിലെ ക്യാമ്പിൽ 150 പേരുണ്ട്. പഴവൂർ അയ്യപ്പക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ 65, ജുമാ മസ്ജിദ് മദ്രസയിൽ 17 പേരും കുറുമാൽ അംഗൻവാടിയിൽ 1 കുടുംബവും താമസിക്കുന്നുണ്ട്. എരുമപ്പെട്ടി പഞ്ചായത്തിലെ പ്രളയബാധിതർ ബന്ധുവീടുകളിലേക്കാണ് മാറി താമസിക്കുന്നത്. CCTV ന്യൂസ്, എരുമപ്പെട്ടി. കനത്ത മഴയിൽ വടക്കേക്കാട് പഞ്ചായത്തിലെ ചക്കിത്തറ കോളനിയിലെ വീടുകളിൽ വെള്ളം കയറി. സമീപത്തുകൂടി ഒഴുകുന്ന പെരുന്തോടും കൈത്തോടും കരകവിഞ്ഞൊഴുകിയതാണ് കോളനിയിൽ വെള്ളം കയറാൻ കാരണം. 38ഓളം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ഇവർ ബന്ധുവീടുകളിലേക്കും മറ്റ് സുരക്ഷിത സ്ഥലങ്ങളിലേക്കും താമസം മാറ്റി. വെള്ളക്കെട്ട് പരിഹാരം കാണാൻ പഞ്ചായത്ത് അധികൃതർ അടിയന്തരമായി നടപടിയെടുക്കണമെന്ന് കോളനി നിവാസികൾ ആവശ്യപ്പെട്ടു. വെള്ളക്കെട്ട് മൂലം ഗതാഗതം സ്തംഭിച്ച തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ DYFI യൂത്ത് ബ്രിഗേഡുകളുടെ നേതൃത്വത്തിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തി. ചൂണ്ടൽ കേച്ചേരി മേഖലയിലാണ് പാതയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് DYFI പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തനത്തിനിറങ്ങിയത്. DYFI കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറി KA സൈഫുദ്ദീൻ, കേച്ചേരി മേഖലാ സെക്രട്ടറി സച്ചിൻ പ്രകാശ്, യൂണിറ്റ് ഭാരവാഹികളായ സനൽ മഴുവഞ്ചേരി, അഭിജിത്ത് T. സുനിൽ എന്നിവർ സന്നദ്ധ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി. വർഷങ്ങളായി തകർന്നു കിടന്നിരുന്ന മുണ്ടൂർ കിരാലൂർ വേലൂർ ചുങ്കം ജില്ലാ പഞ്ചായത്ത് റോഡിൽ ശക്തമായ മഴ പെയ്തതോടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. തുടർന്ന് BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വെള്ളക്കെട്ട് നീക്കം ചെയ്യാനുള്ള പ്രവൃത്തികൾ നടത്തി. പഞ്ചായത്ത് മെമ്പർ രേഷ്മ സുധീഷ്, മുൻ വാർഡ് മെമ്പർ പ്രശാന്ത് കുമാർ, BJP പ്രവർത്തകരായ സുധീഷ്, ഷിബു, ബിനീഷ്, ഹരീഷ് എന്നിവർ നേതൃത്വം നൽകി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത പശ്ചാത്തലത്തിൽ കുന്നംകുളം നഗരസഭ 2 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകും. നഗരസഭാ ഫണ്ടിൽ നിന്ന് 1 ലക്ഷവും നഗരസഭാ ജീവനക്കാരും കൌൺസിലർമാരും ചേർന്ന് സ്വരൂപിക്കുന്ന 1 ലക്ഷവും കൂടി 2 ലക്ഷം രൂപ നൽകാൻ ബുധനാഴ്ച ചേർന്ന കൌൺസിൽ യോഗത്തിൽ തീരുമാനിച്ചു. മറ്റ് അവശ്യ സാധനങ്ങൾ ശേഖരിച്ച് ഏറ്റവും അടുത്ത ദിവസം തന്നെ വയനാട്ടിലേക്ക് എത്തിക്കാനും യോഗം തീരുമാനിച്ചു. നഗരസഭയ്ക്കു കീഴിലെ കെട്ടിടങ്ങളിലെ ലൈസൻസ് ഫീസ് 5% ഉയർത്താനുള്ള തീരുമാനം കെട്ടിടങ്ങളുടെ ശോചനീയാവസ്ഥ പരിഹരിച്ചതിനു ശേഷമേ നടപ്പിലാക്കാവൂ എന്ന് പ്രതിപക്ഷാംഗങ്ങൾ ആവശ്യപ്പെട്ടു. വിവിധ കെട്ടിടങ്ങളിൽ ശുചിമുറി അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കണമെന്ന് കോൺഗ്രസ് അംഗം ലബീബ് ഹസൻ പറഞ്ഞു. കോൺഗ്രസ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് വോട്ടിനിട്ടാണ് അജണ്ട അംഗീകരിച്ചത്. നഗരസഭ ഗ്രീൻ പാർക്കിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്കായി IRCTയുമായുള്ള കരാർ പുതുക്കുന്നതിനും യോഗത്തിൽ തീരുമാനമായി.
കൗൺസിൽ യോഗത്തിന് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ PM സുരേഷ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ T സോമശേഖരൻ, ബിജു C ബേബി, ഷാജി അലിക്കൽ, സുജീഷ് AS, KK മുരളി തുടങ്ങിയവർ ചർച്ചകളിൽ പങ്കെടുത്തു. CCTV ന്യൂസ് കുന്നംകുളം. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റാൻ തീരുമാനം. അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനും പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിനും ഭക്ഷണ വിതരണ സ്ഥാപനങ്ങളിൽ കർശന പരിശോധനയ്ക്കും നിർദ്ദേശം. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി NK അക്ബർ MLA അധ്യക്ഷതയിൽ ചാവക്കാട് PWD റെസ്റ്റ് ഹൌസിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം. നിലവിൽ മണ്ഡലത്തിൽ ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്തിലെ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ, ചാവക്കാട് നഗരസഭയിലെ മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. മണ്ഡലത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ക്യാമ്പുകൾ ഏത് സമയത്തും ആരംഭിക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങളും ഏർപ്പെടുത്തുന്നതിന് പഞ്ചായത്ത് നഗരസഭാ അധ്യക്ഷർക്കും സെക്രട്ടറിമാർക്കും MLA നിർദ്ദേശം നൽകി. അതിതീവ്ര മഴയുടെ ഭാഗമായി വെള്ളപ്പൊക്ക നിയന്ത്രണ പ്രവർത്തനങ്ങളും ആരോഗ്യ ശുചിത്വ പ്രവർത്തനങ്ങളും പരിശോധനകളും നടത്തുന്നതിനായി ഇന്നും നാളെയുമായി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പ്രത്യേക യോഗം ചേരുന്നതിനും നിർദ്ദേശം നൽകി. ദുരന്ത നിവാരണ നിയമപ്രകാരവും പഞ്ചായത്ത് നഗരസഭാ നിയമപ്രകാരവും അപകട ഭീഷണി ഉയർത്തുന്ന സ്വകാര്യ വ്യക്തികളുടേതുൾപ്പെടെയുള്ള മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കാൻ തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകി. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കാനകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാത്തതിനാലും അശാസ്ത്രീയമായുള്ള കാന നിർമ്മാണവും മൂലം തീരദേശ മേഖലയിൽ രൂക്ഷമായ വെള്ളക്കെട്ട് ഉണ്ടായിട്ടുള്ളതായി യോഗം വിലയിരുത്തി. അടിയന്തരമായി വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുന്നതിന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡെപ്യൂട്ടി കളക്ടറോടും നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥരോടും ആവശ്യപ്പെട്ടു. ശുദ്ധമായ കുടിവെള്ളം തടസ്സമില്ലാതെ വിതരണം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ കേരള വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് യോഗം നിർദ്ദേശിച്ചു. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ ഭക്ഷണം വിതരണം ചെയ്യുന്ന ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ അടക്കം മുഴുവൻ സ്ഥാപനങ്ങളിലും വഴിയോര കച്ചവട സ്ഥാപനങ്ങളിലും കർശന പരിശോധന നടത്തുന്നതിന് പൊതുജനാരോഗ്യ വിഭാഗം, ഗുരുവായൂർ ചാവക്കാട് നഗരസഭകൾ, ഗ്രാമപഞ്ചായത്തുകൾ, ഫുഡ് സേഫ്റ്റി വിഭാഗം എന്നിവരുടെ സംയുക്ത സ്ക്വാഡിന് നിർദ്ദേശം നൽകി. ഭക്ഷണ സ്ഥാപനങ്ങളിലെ പരിശോധന, മരങ്ങൾ മുറിച്ചുമാറ്റൽ, ദുരന്തബാധിതർക്ക് ആവശ്യമായ സൌകര്യങ്ങൾ ഏർപ്പെടുത്തൽ എന്നിവയ്ക്ക് ആവശ്യമായ പോലീസ് സഹായം നൽകുന്നതിന് അസിസ്റ്റന്റ് കമ്മീഷണർ പോലീസിനോട് MLA ആവശ്യപ്പെട്ടു. KSEBയുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിൽ തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കുന്നതിന് KSEB ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഫയർഫോഴ്സിന്റെ എല്ലാ രീതിയിലുള്ള സഹായങ്ങൾ നിലവിൽ നൽകിവരുന്നതായി ഫയർഫോഴ്സ് ഓഫീസർ അറിയിച്ചു. PWD ഗസ്റ്റ് ഹൌസിൽ ചേർന്ന യോഗത്തിൽ NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, ഗുരുവായൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ചാവക്കാട് തഹസിൽദാർ TP കിഷോർ കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. CCTV ന്യൂസ്, ചാവക്കാട്. മണലൂർ നിയോജക മണ്ഡലം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗം മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്നു. യോഗത്തിൽ മുരളി പെരുന്നലി MLA അധ്യക്ഷത വഹിച്ചു. വയനാട്ടിലെ മുണ്ടക്കയിലെ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് അനുശോചനം അറിയിച്ചുകൊണ്ടാണ് യോഗം ആരംഭിച്ചത്. മണലൂർ നിയോജക മണ്ഡലത്തിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി 25,000 രൂപ വീതം വില്ലേജ് ഓഫീസർമാർക്ക് ലഭ്യമാക്കിയിട്ടുണ്ടെന്നും പഞ്ചായത്തുകൾക്ക് തനതു ഫണ്ടിൽ നിന്നും തുക ചെലവാക്കുന്നതിൽ തീരുമാനം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നും MLA അറിയിച്ചു. അവധിയിൽ പ്രവേശിച്ചിട്ടുള്ള അവശ്യ സർവീസുകളിലെ ഉദ്യോഗസ്ഥർ അവധി ഒഴിവാക്കി തിരികെ അടിയന്തരമായി ജോലിയിൽ പ്രവേശിക്കാൻ യോഗം തീരുമാനിച്ചു. മഴയുടെ ഭാഗമായി വരുന്ന പകർച്ചവ്യാധികൾ ഒഴിവാക്കുന്നതിന് ശുചീകരണ പ്രവർത്തനങ്ങൾ അത്യാവശ്യമാണെന്നും കാനകൾ വൃത്തിയാക്കാത്തതിനാൽ റോഡുകളിൽ വെള്ളം കെട്ടിനിൽക്കുന്നെന്നും അത് റോഡുകളുടെ നാശത്തിനും ഗതാഗതക്കുരുക്കുകൾക്കും കാരണമാകുമെന്നും MLA അറിയിച്ചു. പെരുവല്ലൂർ ക്വാറിയിലെ വെള്ളക്കെട്ടില്ലാതാക്കാൻ അടിയന്തരമായി മോട്ടോർ കൊണ്ടുവരാൻ മുല്ലശ്ശേരി JSനോട് നിർദ്ദേശിച്ചു. വാടാനപ്പള്ളി, അരിമ്പൂർ, മുല്ലശ്ശേരി, എളവള്ളി, കണ്ടാണശ്ശേരി, ചൂണ്ടൽ പഞ്ചായത്തുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഏകദേശം 400ഓളം ആളുകൾ ക്യാമ്പുകളിലുണ്ട്. അവർക്ക് ആവശ്യമായ ഭക്ഷണം, കുടിവെള്ളം, മരുന്നുകൾ, പകർച്ചവ്യാധികൾ ഉണ്ടാകാതിരിക്കുന്നതിനുള്ള മുൻകരുതൽ നടപടികൾ എന്നിവയ്ക്ക് മുൻഗണന നൽകണമെന്നും യോഗം തീരുമാനിച്ചു. യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ലതി വേണുഗോപാൽ, KK ശശിധരൻ, KC പ്രസാദ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സ്മിത അജയകുമാർ, സൈമൺ തെക്കത്ത്, ശാന്തി ഭാസി, കൊച്ചപ്പൻ, MM റജീന, മിനി ജയൻ, ഗുരുവായൂർ നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അജിത് കുമാർ, ഗുരുവായൂർ പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ സിനോജ്, പാവറട്ടി, അന്തിക്കാട്, കുന്നംകുളം, ഗുരുവായൂർ പോലീസ് സബ് ഇൻസ്പെക്ടർമാർ, ആരോഗ്യ, റവന്യൂ, പൊതുമരാമത്ത്, KSEB, ഫയർ ആൻഡ് റെസ്ക്യൂ, ഇറിഗേഷൻ, ഫുഡ് ആൻഡ് സേഫ്റ്റി, മോട്ടോർ വാഹനം തുടങ്ങി വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ്, കേച്ചേരി. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ ദയ റോയൽ ആശുപത്രിക്ക് സമീപത്തെ പെട്രോൾ പമ്പിൽ പാർക്ക് ചെയ്യുന്നതിനിടെ ബ്രേക്ക് നഷ്ടപ്പെട്ട സ്വകാര്യ ബസ് പുറകോട്ടിറങ്ങി സമീപത്തെ കൈവരിയിൽ ഇടിച്ചു നിന്നു. ചൊവ്വാഴ്ച രാത്രി 7:30യോടെയായിരുന്നു അപകടം.
സമീപത്തെ ടയർ റിപ്പയറിംഗ് സ്ഥാപനത്തിൽ നിന്ന് ടയർ മാറ്റിയതിനു ശേഷം പെട്രോൾ പമ്പിൽ ബസ് പാർക്ക് ചെയ്യുന്നതിനിടയിലാണ് ബ്രേക്ക് നഷ്ടപ്പെട്ട് കുണ്ടുകടവ് റൂട്ടിൽ സർവീസ് നടത്തുന്ന മണ്ഡകത്തിങ്കൽ ബസ് പുറകോട്ടിറങ്ങിയത്. പെട്രോൾ പമ്പിലെ കൈവരിയിൽ ഇടിച്ച് സമീപത്തെ കാനയിൽ ബസിന്റെ മുൻചക്രം ഭാഗികമായി താഴ്ന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. വാഹനം കൈവരിയിൽ ഇടിച്ചു നിന്നില്ലെങ്കിൽ സെക്കൻഡുകൾക്കുള്ളിൽ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന കുന്നംകുളം ഗുരുവായൂർ റോഡിലേക്ക് ബസ് കയറുകയും മറ്റു വാഹനങ്ങൾ ബസ്സിൽ ഇടിക്കുകയും ചെയ്തിരുന്നു. ദുരന്തം ഒഴിവായി. പഴഞ്ഞി ജെറൂസലേമിൽ നിയന്ത്രണം വിട്ട കാർ വീട്ടുമതിലിൽ ഇടിച്ച് അപകടം, ആർക്കും പരിക്കില്ല. കാട്ടകാമ്പാൽ ഭാഗത്തു നിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വീട്ടുമതിലിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. ടയർ പൊട്ടിയതാണ് അപകടത്തിന് കാരണം. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പാലപ്പെട്ടി പുതിരുത്തി റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ കാർ ഇടിച്ച് വിദ്യാർത്ഥി മരിച്ചു. പുതിരുത്തി സ്വദേശി എരച്ചംവീട്ടിൽ അലി സുലൈഖ ദമ്പതികളുടെ മകൻ 10 വയസ്സുള്ള അമലാണ് മരിച്ചത്. റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിച്ച അമലിനെ കാർ ഇടിച്ചാണ് അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ അമലിനെ വെളിയങ്കോട് അൽഫസ ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോലീസ് നടപടിക്രമങ്ങൾക്ക് ശേഷം പുതിരുത്തി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കം നടത്തി. ഹംന, ഷഹ്മ, ഷഹൽ എന്നിവർ സഹോദരങ്ങളാണ്. അകലാട് ബൈക്ക് തെന്നിമറിഞ്ഞ അപകടം, യുവാവിന് പരിക്കേറ്റു. അകലാട് മൂന്നേനി സ്വദേശി വാലിപ്പറമ്പിൽ 40 വയസ്സുള്ള അലിക്കാണ് പരിക്കേറ്റത്. അകലാട് ജുമാഅത്ത് പള്ളിക്ക് സമീപം എതിരെ വന്ന മറ്റൊരു സ്കൂട്ടറിന് സൈഡ് കൊടുക്കുന്നതിനിടെ ഹൈവേയിൽ ചിതറിക്കിടക്കുന്ന മെറ്റലുകളിൽ കയറി തെന്നി വീഴുകയായിരുന്നു. പുറകിൽ വാഹനങ്ങൾ ഇല്ലാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി. പരിക്കേറ്റ ബൈക്ക് യാത്രികനെ അകലാട് മൂന്നേനി VKR ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രതീകാത്മകമായി ആനയെ നടയിരുത്തി. ഗുരുവായൂർ തുളസില ഡിവൈൻ ഫ്ളാറ്റിൽ താമസിക്കുന്ന രമ പി മേനോനാണ് ആനയെ നടയിരുത്തിയത്. ഇതിനായി 10 ലക്ഷം രൂപ ദേവസ്വത്തിൽ അടച്ചു. ദേവസ്വം കൊമ്പൻ വിനായകനെയാണ് ചടങ്ങിന് നിയോഗിച്ചത്. രാവിലെ ശിവേലിക്ക് ശേഷം കൊടിമര ചുവട്ടിലായിരുന്നു ചടങ്ങ്. മേൽശാന്തി PS മധുസൂദനൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ KP വിശ്വനാഥൻ, VG രവീന്ദ്രൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, ജീവധനം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ KS മായാദേവി, ക്ഷേത്രം DA പ്രമോദ് കളരിക്കൽ, അസിസ്റ്റന്റ് മാനേജർ E സുന്ദരരാജ്, പാരമ്പര്യാവകാശികളായ മാതേബാട് ചന്ദ്രശേഖരൻ നമ്പ്യാർ, കണ്ടിയൂർ പട്ടത്ത് വാസുദേവൻ നമ്പീശൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. നെല്ലുവാ ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ പ്രസിദ്ധമായ ഔഷധ സേവയും ആനയൂട്ടും നടന്നു. പുലർച്ചെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, മഹാധന്വന്തരി ഹോമം എന്നിവയുണ്ടായി. കുട്ടഞ്ചേരി മൂസത്ത് ഇല്ലത്ത് നിന്ന് പ്രത്യേകം കൊണ്ടുവന്ന മുക്കിടി ക്ഷേത്രം തന്ത്രി കീഴ്മണ്ഠയൂർ നീലകണ്ഠൻ നമ്പൂതിരി കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടാലാത്തിന് നൽകി ഔഷധ സേവയ്ക്ക് തുടക്കം കുറിച്ചു. 100 കണക്കിന് ഭക്തർ ഔഷധ സേവയിൽ പങ്കെടുത്തു. തുടർന്ന് ആനയൂട്ട് നടന്നു. ഔഷധക്കൂട്ട് ചേർത്ത ചോറൂരുള്ള ആനകൾക്ക് നൽകിക്കൊണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MK സുദർശൻ ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ഓഫീസർ PB ബിജു, ദേവസ്വം ബോർഡ് സെക്രട്ടറി E ബിന്ദു, മെമ്പർ പ്രേംരാജ് ചൂണ്ടാലാത്ത്, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, അസിസ്റ്റന്റ് കമ്മീഷണർ KK കല എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. 10 ആനകൾ ഊട്ടിൽ പങ്കെടുത്തു. തണ്ണിമത്തൻ, നേന്ത്രപ്പഴം, പൈനാപ്പിൾ, ആപ്പിൾ, വെള്ളരി, കക്കിരി എന്നിവ ഭക്തർ ആനകൾക്ക് ആനയൂട്ടിൽ നൽകി. വയനാട് ഉരുൾപൊട്ടൽ ദുരിതത്തിൽ അനുഭവിക്കുന്നവർക്ക് തൃശൂർ കളക്ടറേറ്റിലേക്ക് വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് ചാവക്കാട് താങ്ങും തണലും കളക്ഷൻ സെന്റർ തുറന്നു. ചാവക്കാട് മുല്ലത്തറ റോഡിലുള്ള ട്രസ്റ്റ് ഓഫീസാണ് കളക്ഷൻ സെന്ററായി പ്രവർത്തിക്കുന്നത്. സാധനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ചാവക്കാട് തഹസിൽദാർ TP കിഷോർ കുമാർ വിഭവ സമാഹരണം ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ്, അബ്ദുള്ള തിരുവത്ത്, പ്രസിഡന്റ് ഷാജി വലിയകത്ത്, ഡോക്ടർ മധുസൂദനൻ, KC ശിവദാസൻ, ഡോക്ടർ ഷാഫി, സാലിഹ് കൊല്ലംകുഴി എന്നിവർ സന്നിഹിതരായിരുന്നു. BJP കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാട്ടിലെ പ്രളയബാധിത മേഖലയിലെ ദുരിതബാധിതർക്ക് സഹായവുമായി അവശ്യ സാധനങ്ങൾ അടങ്ങിയ ആദ്യ വാഹനം പുറപ്പെട്ടു. OBC മോർച്ച ജില്ലാ അധ്യക്ഷൻ KS രാജേഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. അവശ്യ സാധനങ്ങൾ ശേഖരിക്കുന്നതിനായി സഹായിച്ച കുന്നംകുളത്തെ വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും രാജേഷ് നന്ദി പറഞ്ഞു. BJP മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ PJ ജെബിൻ, ശ്രീജിത്ത് കമ്പിപ്പാലം, ട്രഷറർ സുമേഷ് കുട്ടൻ, BMS മേഖലാ പ്രസിഡന്റ് MC ബാബുരാജ്, ഹിന്ദു ഐക്യവേദി ജില്ലാ കമ്മിറ്റി അംഗം AS പ്രേമരാജ്, BJP ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേവലം ഒരു രാത്രി ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് 100 കണക്കിന് കുടുംബങ്ങൾ
അവർക്കെല്ലാം നഷ്ടപ്പെട്ട് അതിൽ 150-നോടടുത്ത ആളുകൾ മരണസംഖ്യ ഇപ്പോൾ സ്ഥിരീകരിച്ച് കഴിഞ്ഞിട്ട് 150-നടുത്ത ആളുകൾ. പക്ഷെ ബാക്കിയുള്ള ഒരു 4500-ഓളം പേരിപ്പോൾ വീടുമില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നു. അവർക്ക് പെട്ടെന്നൊരു ഷെൽട്ടർ കൊടുക്കുന്നത് തന്നെ നമ്മൾ എല്ലാവരുടെയും കൂടിയിട്ടുള്ള കൂട്ടായ പരിശ്രമത്തിലാണ്. അപ്പോൾ എല്ലാ വിഭാഗങ്ങളെയും ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം അവിടെ നടക്കുന്നത്. ഇന്നലെ സംസ്ഥാന പ്രസിഡന്റ് വിളിച്ചു പറഞ്ഞത് എന്താണെങ്കിൽ ഇന്ന് വൈകുന്നേരത്തിനെങ്കിലും കുറേ സാധനങ്ങൾ അവിടെ എത്തണം, നിത്യോപയോഗ സാധനങ്ങൾ. കാരണം ക്യാമ്പുകളിലൊന്നും ഒരു സാധനം പോലും ഇല്ലാത്ത അവസ്ഥയാണ്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കുന്നംകുളം നഗരസഭയിൽ ദുരിതാശ്വാസ കളക്ഷൻ സെന്റർ ആരംഭിച്ചു. നഗരസഭാ ഓഫീസിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെ കളക്ഷൻ സെന്റർ പ്രവർത്തിക്കും. ഏകോപനത്തിനായി ജനറൽ വിഭാഗം സൂപ്രണ്ട്, ആരോഗ്യ വിഭാഗം ജീവനക്കാർ എന്നിവരെ ചുമതലപ്പെടുത്തി 3 ദിവസത്തിനകം സാധനങ്ങൾ കൈമാറാവുന്ന തരത്തിലാണ് കളക്ഷൻ സെന്റർ പ്രവർത്തിക്കുക. അരി, പയർ, മറ്റ് പലവ്യഞ്ജനങ്ങൾ, പാക്ക് ചെയ്തിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ, പുരുഷന്മാർ, സ്ത്രീകൾ, കുട്ടികൾ എന്നിവർക്കുള്ള ഉപയോഗിക്കാത്ത വസ്ത്രങ്ങൾ, പുതപ്പ്, പായ, തലയിണ, ബക്കറ്റ്, പാത്രങ്ങൾ, സാനിറ്ററി നാപ്കിൻ, സോപ്പ്, സോപ്പ് പൊടി, ബ്ലീച്ചിംഗ് പൗഡർ, ടൂത്ത് പേസ്റ്റ്, ബ്രഷ്, റെയിൻകോട്ട്, ടവൽ, ടോർച്ച് മുതലായവയാണ് കളക്ഷൻ സെന്ററിൽ സ്വീകരിക്കുക. വയനാട് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമാകാൻ ഗുരുവായൂരിൽ നിന്ന് സിവിൽ ഡിഫൻസ് വളണ്ടിയേഴ്സ് പുറപ്പെട്ടു. ഗുരുവായൂർ ഫയർഫോഴ്സ് പരിധിയിൽ നിന്നുള്ള 7 പേരാണ് തൃശൂരിൽ നിന്ന് വയനാട്ടിലേക്ക് പുറപ്പെട്ട 40 പേരടങ്ങുന്ന സംഘത്തിൽ ചേർന്നത്. ഫയർ ആൻഡ് റെസ്ക്യൂ സിവിൽ വളണ്ടിയർമാരായ PP പ്രബീഷ്, PV നിഷാദ്, മുഹമ്മദ് മുഹസിൻ, PM ഷെരീഫ്, അഷ്കർ പെരുവല്ലൂർ, സുഹൈൽ ബഷീർ, RM സൈഫുദ്ദീൻ എന്നിവരാണ് ദുരന്തമുഖത്തേക്ക് പോയത്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഇവർക്കായി പ്രത്യേകം തയ്യാറാക്കിയ KSRTC ബസ്സിൽ ഇന്ന് രാവിലെ 8 മണിക്ക് പുറപ്പെട്ടു. ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ വയനാട്ടിലെത്തി സംഘം രക്ഷാപ്രവർത്തനത്തിന് സന്നദ്ധരായി. വയനാട് ദുരിതബാധിത പ്രദേശങ്ങളിലേക്ക് അവശ്യ സാധനങ്ങളുമായി കുന്നംകുളം ബദനി. വിവിധ സംഘടനകൾ, മതസ്ഥാപനങ്ങൾ, വ്യക്തികൾ തുടങ്ങി അനേകരാണ് തങ്ങളാലാകുന്ന സഹായവുമായി സ്കൂളിലേക്ക് എത്തിയത്. പുതിയ വസ്ത്രങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ, സ്റ്റേഷനറി സാധനങ്ങൾ ഉൾപ്പെടെ 2 വാഹനം നിറയെ സാധനങ്ങളാണ് വൈകുന്നേരം വരെയുള്ള സമയത്ത് ലഭിച്ചത്. വ്യാഴാഴ്ചയും സ്കൂളിൽ കൌണ്ടർ തുറന്ന് പ്രവർത്തിക്കുമെന്ന് മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC അറിയിച്ചു. ബദനി സെന്റ് ജോൺ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ് OIC, PTA അംഗങ്ങൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, അധ്യാപകർ, അനധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ കളക്ഷൻ കൌണ്ടറിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിൽ പങ്കെടുക്കുന്നതിനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ വ്യാഴാഴ്ച തുടങ്ങും. നവംബർ 27 മുതൽ ഡിസംബർ 11 വരെയാണ് സംഗീതോത്സവം. ഉച്ചയ്ക്ക് 1 മണി മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കും. അപേക്ഷകർ ചുരുങ്ങിയത് 5 വർഷമെങ്കിലും കർണാടക സംഗീതം പഠിച്ചവരായിരിക്കണം. അറിവുള്ള 10 കൃതികൾ അപേക്ഷയിൽ കാണിക്കണം. ഇവയിൽ ദേവസ്വം തെരഞ്ഞെടുക്കുന്ന കൃതി 5 മിനിറ്റിൽ ആലപിക്കണം. രാഗം, സ്വരം, നിരവൽ അനുവദനീയമല്ല. ഓഗസ്റ്റ് 1-ന് 10 വയസ്സ് തികഞ്ഞ ഹിന്ദു അപേക്ഷകർക്ക് പങ്കെടുക്കാം. ഓഗസ്റ്റ് 31 വൈകിട്ട് 5 മണി വരെ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ദേവസ്വം ഓഫീസുമായി ബന്ധപ്പെടുകയോ ദേവസ്വം വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ചെയ്യാവുന്നതാണ്. ഗുരുവായൂർ സുവിധം ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സുവിധം സംഗമം മുൻ MLAയും സംവിധായകനുമായ PT കുഞ്ഞുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ദേവസ്വം റിട്ടയേർഡ് ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ KP കരുണാകരൻ അധ്യക്ഷനായി. സുവിധം സെക്രട്ടറി വരുണൻ കൊപ്പര, ബാലൻ വാറനാട്ട്, മേഴ്സി ജോയ്, RV അബ്ദുൾ മജീദ്, സിസ്റ്റർ റോസ്ലിൻ, മാർട്ടിൻ ആന്റണി, M വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു. 100ഓളം അമ്മമാർക്ക് പ്രതിമാസ പെൻഷൻ, ചികിത്സാ സഹായം എന്നിവ നൽകി. അമ്മമാരുടെ കവിത, ഗാനാലാപനവും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായം നൽകാനും യോഗം തീരുമാനിച്ചു. നടുറോഡിലെ ആനകളുടെ നീരാട്ട് കൗതുക കാഴ്ചയായി. മൊബൈൽ ഫോണുകളിൽ പകർത്തി നാട്ടുകാർ. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ നെല്ലുവായിലാണ് ആനകൾ വിസ്തരിച്ച് കുളിച്ചത്. കഴിഞ്ഞ ദിവസം എരുമപ്പെട്ടി മേഖലയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ നെല്ലുവായ് പാടശേഖരത്തിന് നടുവിലൂടെ പോകുന്ന റോഡിൽ വെള്ളം ഉയർന്നിരുന്നു. തുടർന്ന് ഇതിലൂടെയുള്ള ഗതാഗതം 2 ദിവസങ്ങളിൽ തടസ്സപ്പെടുകയും ചെയ്തു. ഇന്ന് വെള്ളം കുറഞ്ഞെങ്കിലും വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അതിനാൽ നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ ആനയൂട്ടിൽ പങ്കെടുക്കാൻ എത്തിയ ആനകളെ വെള്ളത്തിലൂടെ നടത്തിയാണ് കൊണ്ടുപോയത്. തിരികെ വരുമ്പോഴാണ് ഒഴുക്കുള്ള തെളിനീരിൽ ആനകൾ നീരാടിയത്. വെള്ളം കണ്ടപ്പോൾ ആനകൾക്ക് കിടന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹം തോന്നി. ഇഷ്ടത്തിനൊത്ത് തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ഇത് മനസ്സിലാക്കിയ പാപ്പാന്മാർ ആനകളെ തേച്ചുരച്ച് കുളിപ്പിക്കുകയും ചെയ്തു. ആനയൂട്ടിൽ പങ്കെടുക്കാനെത്തിയ പല ആനകളും നടുറോഡിൽ വിസ്തരിച്ച് കുളിച്ചാണ് മടങ്ങിയത്. റോഡിലെ വെള്ളം ഇറങ്ങുന്നത് കാണാനെത്തിയ നാട്ടുകാർക്കും വഴിയാത്രക്കാർക്കും ഇതൊരു കൗതുക കാഴ്ച കൂടിയായിരുന്നു. ശാന്തരായി കിടന്ന് കുളിക്കുന്ന ആനകളെ നിരവധി പേരാണ് മൊബൈൽ ഫോണുകളിൽ പകർത്തിയത്. CCTV ന്യൂസ്, എരുമപ്പെട്ടി. വെട്ടേറ്റു മരിച്ച പുന്ന നൌഷാദിന്റെ 5ാം രക്തസാക്ഷിത്വ ദിനത്തിൽ ചാവക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സദസ്സും പുഷ്പാർച്ചനയും നടത്തി.
ചാവക്കാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KV യൂസഫ് അലിയുടെ അധ്യക്ഷതയിൽ നടന്ന അനുസ്മരണ ചടങ്ങ് തൃശൂർ DCC ജനറൽ സെക്രട്ടറി KD വീരമണി ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ UDF കൺവീനർ KV ഷാനവാസ് മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി AS സറൂഖ്, കോൺഗ്രസ് നേതാക്കളായ C മുസ്താഖ് അലി, ആൻഡോ തോമസ്, മിസ്രിയ മുസ്താഖ് അലി, TH റഹീം, ഷോബി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. വയനാട്ടിൽ പ്രകൃതി ദുരന്തത്താൽ മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥനയും ആദരാഞ്ജലിയും അർപ്പിച്ചു. ചിങ്ങ മഹോത്സവത്തിന് ഗുരുവായൂരപ്പന് മുന്നിൽ 500 ഐശ്വര്യ വിളക്കുകൾ തെളിയിക്കാൻ സംഘാടക സമിതി യോഗം തീരുമാനിച്ചു. ഓഗസ്റ്റ് 17-നാണ് ഗുരുവായൂരിൽ ചിങ്ങ മഹോത്സവം ആഘോഷിക്കുന്നത്. മഹോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന മഞ്ജുളാൽ തറമേളത്തിൽ 181 പേരെ പങ്കെടുപ്പിക്കാനും യോഗം തീരുമാനിച്ചു. ശ്രീ ഗുരുവായൂരപ്പൻ മേള പുരസ്കാര സമർപ്പണം, മഞ്ജുളാൽ തറ പരിസരത്തു നിന്ന് പഞ്ചവാദ്യത്തിന്റെയും ദേവരൂപങ്ങളുടെയും താലപ്പൊലിയുടെയും നിറവോടെ ഭക്തജന ഘോഷയാത്ര, ആഗസ്റ്റ് 13-ന് കൊടിയേറ്റം, സമുദായ സമന്വയ ജ്യോതി സമർപ്പണം എന്നിവ നടത്താനും തീരുമാനിച്ചു. സ്വാഗത സംഘം വൈസ് ചെയർമാൻ ഡോക്ടർ സോമസുന്ദരൻ അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം കൺവീനർ രവി ചങ്കത്ത് മഹോത്സവ വിശേഷവും ജോയിന്റ് കൺവീനർ അനിൽ കല്ലാറ്റ് പദ്ധതി വിവരണവും നടത്തി. ഗുരുവായൂർ ജയപ്രകാശ്, ബാലൻ വാർനാട്ട്, ശശി കേനാടത്ത്, ശ്രീധരൻ മാമ്പുഴ, ജയറാം ആലക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. CCTV ന്യൂസ്, ഗുരുവായൂർ. ആൽത്തറ വിശ്വഭാരതി കിസാൻ റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ ക്വാർട്ടേഴ്സിലെ ശുചിമുറി മാലിന്യം മഴവെള്ളത്തോടൊപ്പം റോഡിലേക്ക് ഒഴുക്കിവിട്ടു. APM ക്വാർട്ടേഴ്സിൽ നിന്നാണ് മാലിന്യം പൊതുനിരത്തിലേക്ക് ഒഴുക്കിവിട്ടത്. ആൽത്തറ കുണ്ടുകടവ് റോഡിൽ കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. നാട്ടുകാർ പരാതി നൽകിയതനുസരിച്ച് പഞ്ചായത്ത് അധികൃതർ, ആരോഗ്യവകുപ്പ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. ക്വാർട്ടേഴ്സ് ഉടമയ്ക്ക് ഒഴുക്കിവിടുന്നത് നിർത്താൻ നിർദ്ദേശം നൽകി. എന്നാൽ നാട്ടുകാരുടെ ആരോഗ്യത്തിന് ഹാനികരമാവുന്ന പ്രവൃത്തി ചെയ്ത ഉടമയോട് അധികൃതർ മൃദു സമീപനം സ്വീകരിച്ചത് നാട്ടുകാർക്കിടയിൽ പ്രതിഷേധത്തിനിടയാക്കി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിധവാ ക്ഷേമ സംഘം തൃശൂർ കളക്ടറേറ്റ് പടിക്കൽ പ്രതിഷേധ ധർണ നടത്തി. ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഓണത്തിന് മുൻപ് നൽകുക, കാലോചിതമായി പെൻഷൻ പരിഷ്കരിക്കുക, LDF പ്രകടന പത്രിക വാഗ്ദാനങ്ങൾ പാലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വിധവാ ക്ഷേമ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് പടിക്കൽ പ്രതിഷേധ ധർണ നടത്തിയത്. മഹിളാ മോർച്ച സംസ്ഥാന ട്രഷറർ C സത്യലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. വിധവാ ക്ഷേമ സംഘം സംസ്ഥാന രക്ഷാധികാരി MD രാജീവ് അധ്യക്ഷത വഹിച്ചു. BDJS സംസ്ഥാന വൈസ് പ്രസിഡന്റ് സംഗീത വിശ്വനാഥ്, SJD സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി BT രമ, വിധവാ ക്ഷേമ സംഘം ഭാരവാഹികളായ ജാനകി സുധൻ, TC കുമാരി, ശോഭന കുന്നത്ത് എന്നിവർ സംസാരിച്ചു. വടക്കേക്കാട് റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സുപ്രഭാതം 11ാമത് വാർഷിക ക്യാമ്പയിൻ റേഞ്ച് തല കൺവെൻഷൻ നടത്തി. കുഴിങ്ങര നൂർ റഹ്മാൻ മദ്രസയിൽ നടന്ന പരിപാടിയിൽ വടക്കേക്കാട് മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ സെക്രട്ടറി ഗഫൂർ അറക്കൽ അധ്യക്ഷത വഹിച്ചു. റേഞ്ച് സുപ്രഭാതം കോർഡിനേറ്റർ ഇസ്മായിൽ ഫൈസി യോഗം ഉദ്ഘാടനം ചെയ്തു. കുഴിങ്ങര മഹല്ല് പ്രസിഡന്റ് പോക്കുട്ടി സാഹിബിനെ വാർഷിക വരിക്കാരനായി ചേർത്ത് ക്യാമ്പയിൻ ഉദ്ഘാടനം ഗഫൂർ അറക്കൽ നിർവഹിച്ചു. P അബ്ദുൽ കലാം, റേഞ്ച് പരീക്ഷാ ബോർഡ് അഷ്റഫ് മൗലവി കുഴിങ്ങര, മുഹമ്മദ് അലി മുസ്ലിയാർ തുടങ്ങിയവർ പങ്കെടുത്തു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ ഷാർജ സെന്റ് കുറിലോസ് ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ സഭാ സ്ഥാപക പിതാവ് പരിശുദ്ധ അബ്രഹാം മാർ കുറിലോസ് വലിയ ബാവയുടെ 222ാമത് ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. വിശുദ്ധ കുർബാന, പ്രത്യേക ധൂപപ്രാർത്ഥന, ആശീർവാദം, പൊതുസദ്യയും ഉണ്ടായി. കുന്നംകുളത്തുകാരായ നിരവധി ക്രൈസ്തവ വിശ്വാസികൾ പെരുന്നാൾ ശുശ്രൂഷകളിൽ പങ്കെടുത്തു. വികാരി ഇൻചാർജ് ഫാദർ ഗി വർഗീസ് ചെമ്മണ്ണൂർ, സെക്രട്ടറി ഡെബിൻ പനക്കൽ, ട്രഷറർ രാജു ചെറുവത്തൂർ, വൈസ് പ്രസിഡന്റ് വിൽസൺ ഇട്ടൂപ്പ് എന്നിവർ നേതൃത്വം നൽകി. കോട്ടപ്പടി തമ്പുരാൻപടി ശ്രീ ആൽക്കൽ ബ്രഹ്മരാക്ഷസൻ ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി ദർപ്പണത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. പുതുമന ശ്രീ പരമേശ്വരൻ ഇളയതിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഓഗസ്റ്റ് 3 രാവിലെ 4:30 മുതൽ 7:30 വരെ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കും. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6385 രൂപ, പവന് 51,080 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 89 രൂപ. ചരമം തിരുവെങ്കിടം അംബുജ നിവാസിൽ ബ്രദേഴ്സ് ക്ലബിന് സമീപം ഉണ്ണികൃഷ്ണൻ നിര്യാതനായി. 72 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. പുത്തൻകടപ്പുറം സെന്ററിൽ ടെക്നിക്കൽ ഹൈസ്കൂളിന് കിഴക്കുഭാഗം താമസിക്കുന്ന പരേതനായ മുട്ടിൽ ഷാഹു മകൻ റഷീദ് നിര്യാതനായി. നൂർജഹാൻ ഭാര്യയാണ്. രഹന, സുബ്ഹാൻ എന്നിവർ മക്കളാണ്. അടുപ്പുട്ടിപ്പള്ളി നട ഇലവന്തറ വീട്ടിൽ ചന്ദ്രശേഖരൻ
ഭാര്യ സരസ്വതി നിര്യാതയായി. 77 വയസ്സായിരുന്നു. സംസ്കാരം പോർക്കുളം ക്രിമിറ്റോറിയത്തിൽ നടന്നു. ചൂണ്ടൽ മാറോക്കി ലൂയിസ് മകൻ ജേക്കബ് നിര്യാതനായി. 64 വയസ്സായിരുന്നു. സംസ്കാരം ചൂണ്ടൽ സെന്റ് തോം പള്ളി സെമിത്തേരിയിൽ നടന്നു. എൽസി ഭാര്യയാണ്. ലയ, ലിയ എന്നിവർ മക്കളാണ്. എളവള്ളി പാറയ്ക്കൽ വർഗീസ് മാത്യു നിര്യാതനായി. 67 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. ബേബി ഭാര്യയാണ്. ജോയ് മകനാണ്. CPM വയലത്തൂർ ലോക്കൽ സെക്രട്ടറിയും വടക്കേക്കാട് പഞ്ചായത്ത് മുൻ അംഗവുമായ VV വിനോദിന്റെ പിതാവ് വാഴപ്പുറത്ത് വേലായുധൻ നിര്യാതനായി. 73 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള ചരിത്രത്തിലെ വൻ ദുരന്തം. വയനാട് ദുരന്തഭൂമിയിൽ മരണസംഖ്യ ഉയരുന്നു. സഹായങ്ങളുമായി കൈകോർത്ത് കേരളം. കുന്നംകുളം നഗരസഭ 2 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും. അവശ്യ സാധനങ്ങളുമായുള്ള വാഹനങ്ങൾ വയനാട്ടിലേക്ക് പുറപ്പെട്ടു. സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. വിവിധ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം. ഗതാഗതം സ്തംഭിച്ചു. ദുരിതാശ്വാസ ക്യാമ്പുകൾ സജീവമായി. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വ്യാഴാഴ്ചയും അവധി. തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയിൽ വെള്ളക്കെട്ട് തുടരുന്നു. മേഖലയിൽ ഗതാഗതം നിരോധിച്ചതോടെ കേച്ചേരിയിലും ചൂണ്ടലിലും വാഹനങ്ങളുടെ നീണ്ട നിര. വഴിയിൽ കുടുങ്ങിയ ഡ്രൈവർമാർക്ക് ഭക്ഷണ വിതരണം നടത്തി ചൂണ്ടൽ പഞ്ചായത്ത് അധികൃതർ. കുന്നംകുളത്ത് പെട്രോൾ പമ്പിൽ പാർക്ക് ചെയ്യുന്നതിനിടെ ബ്രേക്ക് നഷ്ടപ്പെട്ട സ്വകാര്യ ബസ് പുറകോട്ടിറങ്ങി സമീപത്തെ കൈവരിയിൽ ഇടിച്ചു നിന്നു. ഒഴിവായത് വലിയ അപകടം. പഴഞ്ഞി ജെറൂസലേമിൽ നിയന്ത്രണം വിട്ട കാർ വീട്ടുമതിലിൽ ഇടിച്ചും അപകടം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.